റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പലതരം വെല്ലുവിളികൾ ഇരു രാജ്യങ്ങളും ഇതിനോടകം നേരിട്ടിട്ടുണ്ട്. റഷ്യൻ അധിനിവേശത്തിൽ കൂടുതൽ ബാധിക്കപ്പെട്ടത് യുക്രൈൻ ജനതയ്ക്കാണ്. യുദ്ധം തുടങ്ങിയ ശേഷം യുക്രൈനിലെ കൗമാരക്കാരുടെ പാറിപ്പറന്നു നടന്ന ജീവിതങ്ങൾ ശിഥിലമായി. ജീവിതത്തിൽ പ്രകാശം നഷ്ടപ്പെട്ടു. എങ്ങും അന്ധകാരം. 2 വർഷം മുൻപ് യുക്രൈൻ കൗമാരക്കാർ മറ്റ് രാജ്യങ്ങളിലെ സമപ്രായക്കാരെ പോലെ സൗഹൃദത്തിലും പ്രണയത്തിലും പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചും തിരക്കിലായിരുന്നു. എന്നാൽ 2022 ഫെബ്രുവരി 24 ആരംഭിച്ച റഷ്യൻ അധിനിവേശത്തിൽ പദ്ധതികളും സ്വപ്നങ്ങളും പെട്ടെന്ന് തകർന്നു. നിരവധി യുവാക്കളെ അവരുടെ വീടുകളും സുഹൃത്തുക്കളും സ്കൂളുകളും ഉപേക്ഷിച്ച് ഒരു വിചിത്ര രാജ്യത്ത് പുതിയ അസ്തിത്വം കെട്ടിപ്പടുക്കാൻ നിർബന്ധിതരാക്കി. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളിൽ 10,000-കണക്കിന് യുക്രൈനിയൻ കൗമാരക്കാർ അയൽരാജ്യമായ പോളണ്ടിൽ അവസാനിച്ചു. ചിലർ കുടുംബത്തോടൊപ്പം, ചിലർ കൂടാതെ. ഏകദേശം 6 ദശലക്ഷം യുക്രൈനിയക്കാർ രാജ്യത്തിനു പുറത്ത് കുടിയൊഴിപ്പിക്കപ്പെട്ടതായി ലോകബാങ്ക് പഠനം വ്യക്തമാക്കുന്നു. 2 വർഷമായി അവരിൽ പലരും പുതിയ ജീവിതത്തിലേക്ക് സ്ഥിരതാമസമാക്കി. എന്നാൽ ചിലർ ഉത്കണ്ഠയോടും ദേഷ്യത്തോടും നിരാശയോടുമൊപ്പം സംഘർഷം അവസാനിച്ചാൽ ഒരു ദിവസം യുക്രൈനിലേക്ക് മടങ്ങാനുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നിസ്സംഗതയോടും പോരാടുന്നു. പ്രായപൂർത്തിയായവർക്കുള്ള പരിവർത്തനം കഠിനമായൊരു യാത്രയാണ്. യുദ്ധം മൂലമുണ്ടാകുന്ന അപകടവും തടസ്സവും അതിനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി. മാർച്ചിൽ 17 വയസ്സ് തികയുന്ന മർഹാരറ്റ ചിക്കലോവ എന്ന പെൺകുട്ടി റഷ്യയുടെ സൈന്യം നഗരം പിടിച്ചടക്കിയപ്പോൾ തന്റെ ജീവനെ ഭയന്ന് ആഴ്ചകളോളം ഒരു ബേസ്മെന്റിൽ ഉറങ്ങിയ ശേഷം 2022 ഏപ്രിലിൽ അമ്മയോടൊപ്പം തെക്കൻ യുക്രൈനിലെ കെർസണിൽ നിന്ന് പുറപ്പെട്ടു. പോളിഷ് നഗരമായ ഗെഡ്നിയയിൽ സ്ഥിരതാമസമാക്കുന്നതിന് മുൻപ് അവർ മോൾഡോവിലേക്കും പിന്നീട് റൊമാനിയയിലേക്കും പലായനം ചെയ്തു. അവൾ പോളിഷ് പഠിക്കാൻ തുടങ്ങി. അവളുടെ പുതിയ പോളിഷ് സ്കൂളിൽ ചേരാൻ കഠിനമായി ശ്രമിച്ചു. പക്ഷേ ആദ്യത്തെ 6 മാസം കഠിനമായിരുന്നു. വീട്ടിൽ തന്റെ ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളുമായി സമ്പർക്കം പുലർത്തിയിരുന്നെങ്കിലും തനിച്ചെന്ന് തോന്നിയെന്ന് ചിക്കലോവ പറഞ്ഞു. 2022 ഡിസംബറിൽ ബോംബാക്രമണത്തിൽ തകർന്ന കെർസണിലെ അവളുടെ ഫ്ളാറ്റിന്റെ ചിത്രങ്ങൾ അവൾ ഓർക്കുന്നു. ഒരു യുദ്ധം കാരണം സ്വന്തം ഭവനം അപ്രത്യക്ഷമായെന്ന് ആ നിമിഷം അവൾ മനസ്സിലാക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വിഷാദത്തെ നേരിടാൻ മൃദുഭാഷിയായ വിദ്യാർത്ഥി നാടക ക്ലാസുകളിൽ ചേർന്നു. അത് സ്റ്റേജിൽ അവളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അനുവദിക്കുകയും പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്തു. വീട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലമല്ല, എന്നാൽ വീടാണ് നിങ്ങൾക്ക് സുഖം തോന്നുന്ന സ്ഥലം. ഒപ്പം സ്റ്റേജിൽ എന്നോട് അടുപ്പമുള്ള ആളുകളുമായി തനിക്ക് സുഖം തോന്നുന്നുണ്ട്. വിദേശികൾക്കായുള്ള ഓഫീസിൽ നിന്നുള്ള ജനുവരി കണക്കുകൾ പ്രകാരം 13-നും 18-നും ഇടയിൽ പ്രായമുള്ള 1,65,000 യുക്രൈനിയൻ കൗമാരക്കാർ പോളണ്ടിൽ അഭയാർത്ഥികളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചിലർ ഗെഡ്സാസിലെ ഒരു ഷോപ്പിംഗ് മോളിലെ കമ്മ്യൂണിറ്റി സ്ഥലമായ ബ്ലൂ ട്രെയിനേഴ്സിൽ ഒത്തുകൂടുന്നു. അവിടെ അവർ ബോർഡ് ഗെയിമുകളും ബില്ലാർഡ്സും ടേബിൾ ടെന്നീസും കളിക്കുന്നു. ഏറ്റവും കൂടുതൽ അവർ അവരുടെ യുക്രൈനിയൻ പോളിഷ് സമപ്രായക്കാരുമായി ബന്ധപ്പെടുകയാണ്. യുക്രൈനിയൻ കൗമാരക്കാരുടെ വരവ് തുടക്കത്തിൽ പോളിഷ് കുട്ടികളുമായുള്ള സംഘർഷത്തിലേക്ക് നയിച്ചതായി മാനസികാരോഗ്യ പിന്തുണയിൽ വൈദഗ്ധ്യമുള്ള ഫോസ ഫൗണ്ടേഷന്റെ വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന സൈക്കോളജിസ്റ്റ് ഡാസ്റ്റിൻ സുസ്കി പറഞ്ഞു. കാലക്രമേണ പല യുക്രൈനിക്കാരും പോളിഷ് സംസാരിക്കാൻ പഠിച്ചതോടെ അകൽച്ച കുറഞ്ഞു. യുവാക്കൾക്കിടയിലെ യുദ്ധത്തിന്റെ ആഘാതത്തെ അതിജീവിക്കുന്നതിനുള്ള ഒരു ജനപ്രിയ മാർഗമായിരുന്നു സ്പോർട്സിനായി സൈൻ അപ്പ് ചെയ്യുന്നത്. അവർക്ക് പരിശീലനം നൽകാനുള്ള സ്പോർട്സ് ക്ലബ്ബുകൾ അവർ ഇവിടെ കണ്ടെത്തി. അവർ തങ്ങളുടെ കൗമാര ജീവിതം കെട്ടിപ്പടുക്കാൻ തുടങ്ങി. ഇവിടെ ഡാൻസിൽ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം സുഗമമായി പോകുന്നു, സുസ്കി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.